വസുദൈവ കുടുംബകം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രിയ പ്രേക്ഷകരെ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള പെരിങ്ങോട്ടുകര എന്ന സ്ഥലത്താണ്. അവിടെ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം ക്ഷേത്രത്തിലാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പം ക്ഷേത്രത്തിന് അകത്തേക്കുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. തൃശ്ശൂർ ജില്ലയിൽ താന്യം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പെരിങ്ങോട്ടുകര. തൃപ്രയാർ പുഴയുടെ ഇക്കരെ പ്രദേശമാണ് പെരിങ്ങോട്ടുകര, അക്കരെ പ്രദേശമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രമൊക്കെ. ശ്രീ വിഷ്ണുമായ സ്വാമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശിവപാർവതിമാരുടെ പുത്രനാണ് പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി. അസുര നിഗ്രഹത്തിന് വേണ്ടി അവതരിച്ചു പോത്തിൻ്റെ പുറത്ത് കുറുവടിയുമായി ഇരിക്കുന്ന ബാലൻ്റെ രൂപമാണ് വിഷ്ണുമായ ചാത്തൻ്റേത്. ഇത് ഈ പെരിങ്ങോട്ടുകരയിൽ ഒരുപാട് വിഷ്ണുമായ സ്വാമി ക്ഷേത്രങ്ങളുണ്ട്. അതിൻ്റെ ഒരു മൂലസ്ഥാനമാണിത്. പഴുവിൽ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം മൂലസ്ഥാനം പെരിങ്ങോട്ടുകര. ഇതൊരു ചെറിയൊരു മൂലസ്ഥാനമാണ്. നമ്മൾ കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് തൊഴുതതിന് ശേഷം അവിടെ നിന്നും ഏകദേശം ഒരു 48 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. അവിടെയും തൊഴുത് അവിടെ നിന്നും ഒരു 3-4 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ പെരിങ്ങോട്ടുകരയിലേക്ക്. അവിടെ വരുമ്പോൾ ഒരുപാട് വിഷ്ണുമായ സ്വാമി ക്ഷേത്രങ്ങളുണ്ട്. ചാത്തൻ്റെ ക്ഷേത്രങ്ങളാണ്. കേരളത്തിൽ മാത്രം ആചരിച്ചു പോകുന്ന ഒരു മൂർത്തിയാണ് വിഷ്ണുമായ സ്വാമി. ഇവിടേക്ക് എത്തിച്ചേരുന്ന ഭക്തരുടെ മനസ്സിനും അതുപോലെ കണ്ണിനുമൊക്കെ നല്ല. അടുത്തത് കാനാടിക്കാവ് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. കാനാടിക്കാവ് ചാത്തൻ സ്വാമിയുടെ വിഷ്ണുമായ സ്വാമിയുടെ ക്ഷേത്രത്തിലെത്തുമ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ് മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വിഷ്ണുമായ സ്വാമിയുടെ കഥകളൊക്കെ ചരിത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ കുളത്തിന് ചുറ്റും ഒരുപാട് നല്ല വിഗ്രഹങ്ങളാണ്, ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളാണ്. ഇത് ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹമാണ്. അതുപോലെ തന്നെ വളരെ മനോഹരമായ മീനുമൊക്കെയുള്ള കുളമാണിത്. ഇതാണ് ഞാൻ പറഞ്ഞത്. വളരെ മനോഹരമായ ശില്പങ്ങളാണ്. ഈ ശില്പങ്ങളുടെയൊക്കെ ജോലികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നല്ല നല്ല പൂന്തോട്ടങ്ങളും രണ്ട് ഭാഗത്തും പൂന്തോട്ടങ്ങളും ഒക്കെയാണ്. വളരെ മനോഹരമാണ്. ഒരിക്കലും നിങ്ങളുടെ യാത്രയിൽ ഈ ക്ഷേത്രം കാണാതെ പോകരുത്. കാണുന്നത് വളരെ നല്ല തന്നെയാണ്. പറയില്ലേ, ഒരു രാജകൊട്ടാരത്തിലേക്ക് നമ്മൾ ചെല്ലുന്ന അതേ ഒരു അവസ്ഥയാണ് നമുക്ക് ഈ ക്ഷേത്രങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്കുള്ളതാകുന്നത്. അതുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് കൽക്കി അവതാരമാണ്. കൽക്കി അവതാരത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. അതുപോലെ തന്നെ ഇത് ശ്രീകൃഷ്ണ അവതാരമാണ്. കലിയുഗത്തിൽ പിറവിയെടുക്കുന്ന കൽക്കിയും അതുപോലെ ദ്വാപരയുഗത്തിൽ പിറവിയെടുത്ത ശ്രീകൃഷ്ണനും. ഇത് ബലരാമനാണ്. കർഷകർക്കായി പിറവിയെടുത്ത ബലരാമനും. വളരെ മനോഹരമായ ശില്പങ്ങളാൽ നിർമ്മിതി ചെയ്ത ഒരു വലിയ മഹാക്ഷേത്രമാണ് കാനാടിക്കാവ് ശ്രീ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി ക്ഷേത്രം. അങ്ങനെ വളരെ സ്വർണ്ണ നിറമാർന്ന കെട്ടിടങ്ങളാണ് ചുറ്റും. അതുപോലെ ഭഗവാൻ മുരുകൻ മയിൽവാഹനായിരിക്കുന്ന വിഗ്രഹമാണത്. വളരെ രസകരമായ ശില്പികളാണതെല്ലാം. ഇത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ വിഗ്രഹമാണ്. അതുപോലെ പരശുരാമൻ നമ്മുടെ കേരളത്തെ മുഴുവൻ തിരിച്ചെടുത്ത പരശുരാമൻ്റെ വിഗ്രഹമാണിത്. ക്ഷത്രിയ രാജാക്കന്മാരെ ഉന്മൂലനം ചെയ്ത അഹങ്കാരികളായ ക്ഷത്രിയ നാശത്തിനായി പിറവിയെടുത്ത പരശുരാമനും അതുപോലെ മഹാദേവനും ശ്രീ പാർവതിയുമാണ്. ഭഗവാൻ പൊന്നുണ്ണി വിഷ്ണുസ്വാമിയുടെ മാതാപിതാക്കളാണ്. അത്തരം കഥകളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. വിഷ്ണുസ്വാമിയെക്കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ ആ കഥയിൽ ഞാൻ ഉൾപ്പെടുത്താം. അങ്ങനെ ഇത് കാനാടിക്കാവിലെ വളരെ വിസ്മയമാർന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെ നിന്ന് ഗുരുവായൂരേക്ക് ഏകദേശം 20 കിലോമീറ്റർ ദൂരം മാത്രമേ വരുന്നുള്ളൂ. വാമനൻ്റെ പ്രതിഷ്ഠയാണ് കണ്ടത്. ഭഗവാന്റെ അവതാരമായ വാമനൻ്റെ പ്രതിഷ്ഠ. അതുപോലെ തന്നെ നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠയാണിത്. അങ്ങനെ ഒരുപാട്. അതുപോലെ വിനായകൻ്റെ മൂഷികവാഹനായ വിനായകൻ്റെ പ്രതിഷ്ഠയാണിത്. അങ്ങനെ വിഷ്ണുമായ സ്വാമിയെക്കുറിച്ച് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഞാൻ വിഷ്ണുമായ സ്വാമിയുടെ ചരിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്താം. നിങ്ങൾ ഇവിടെ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു 20 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ ഗുരുവായൂർ അമ്പലത്തിലെത്താൻ പറ്റും. അപ്പോൾ ആ പോകുന്ന റൂട്ടിൽ കൊടുങ്ങല്ലൂരും തൃപ്രയാറും ഒക്കെ ഇവിടെ കയറിയിട്ട് മാത്രം ഗുരുവായൂരിലേക്ക് പോവുക. അതുപോലെ അത് ഭഗവാന്റെ 3ാമത്തെ അവതാരമായ വരാഹമാണ് ഇത്. അതുപോലെ ഇത് മത്സ്യാവതാരമാണ് മുമ്പ് കണ്ടത്. ഈ കാണുന്നത് ഭഗവാന്റെ 2ാമത്തെ അവതാരമായ കൂർമാവതാരമാണ്. അപ്പം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ഇത്ര നല്ല അനുഭൂതിയാകുന്ന വിഗ്രഹങ്ങളെ കണ്ട് ഭഗവാനെ തൊഴുത് ഇപ്പം ഞാൻ ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ്. ഉള്ളിലേക്ക് വീഡിയോ അലൗഡ് അല്ല.
ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പം ഇത് ഭഗവാന്റെ വാഹനമായ പോത്താണ്. ഈ പോത്തിൻ്റെ പുറത്ത് കുറുവടിയുമായി ഇരിക്കുന്ന ഒരു ബാലൻ രൂപമാണ് വിഷ്ണുമായ സ്വാമിയുടേത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടമായ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. പിന്നീട് അടുത്ത പോകുന്നത് ഇവിടുന്ന് ഒരു 200-300 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അടുത്തത് ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ പോകുന്ന കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ വസുദൈവ കുടുംബകം എന്ന നമ്മുടെ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിന് എത്തിച്ച് തരിക. അതുപോലെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓക്കേ.